തിരോധാന കേസ് 2017 രജിസ്റ്റർ ചെയ്തത്. സുഹൃത്തായിരുന്ന സെബാസ്റ്റ്യൻ ഉൾപ്പെടെ നിരവധി ആളുകളെ പലതവണ ചോദ്യം ചെയ്തിട്ടും യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. കോട്ടയം സ്വദേശിനി ജൈനമ്മയുടെ കൊലപാതകത്തിൽ സെബാസ്റ്റ്യൻ പിടിയിലായതോടെയാണ് ബിന്ദു പത്മനാഭൻ കേസിന് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. മുൻപ് ചോദ്യം ചെയ്ത മുഴുവൻ പേരെയും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തും. ഇതിനിടെ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. BNS 103 വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന് കാണിച്ചാണ് റിപ്പോർട്ട്. ഇതോടെ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് കൊലപാതക കേസായി മാറും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വൈകാതെ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കും. തുടർന്ന് ജൈനമ്മയുടെ കൊലപാതക കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ തുമ്പുണ്ടാക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേസിന്റെ കാലപ്പഴക്കവും സെബാസ്റ്റ്യന്റെ നിസ്സഹകരണവും വെല്ലുവിളിയാണ്. അതെങ്ങനെ മറികടക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.